ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടുത്തുചാട്ടം കാരണം അവൻ ഏതെങ്കിലും ഏടാകൂടത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടോന്ന എന്റെ സംശയം. അവസാനം വിളിച്ചപ്പോ അവൻ പറഞ്ഞതേ ആ പെണ്ണ് നൂർജഹാൻ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ടെന്നാ. സാറിന് ആ വീട് അറിയാലോ, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അല്ല, താൻ എന്താ പറഞ്ഞേ? ആ പെണ്ണ് കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ടെന്നോ? അതെ, അങ്ങനെയാ നസീർ അവസാനം വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത്. ആ, അങ്ങനെ താൻ റെഡി ആയിക്കോ. ഞാനവനെ തൂക്കിയെടുത്ത് കയ്യിലിട്ട് തരും. ഉറപ്പാടോ? ഒരു പുതിയ കച്ചത്തുരുമ്പ് വീണ് കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ കർത്താവേ നിന്നോട് നന്ദി പറയുന്നത്? 5-8 മെഴുകുതിരി ഞാൻ അതുവഴി പോകുമ്പോ കൂടുതൽ കത്തിച്ചേക്കാവേ. സംഗതി എന്താന്ന് വെച്ചാ പറ. എടി, ആ പെണ്ണില്ലേ കാണാതെ പോയ നൂർജഹാൻ, അവള് ഈ ശാരദാമ്മയുടെ കുടുംബശ്രീ കൊട്ടാരത്തിലുണ്ടെന്ന്. ആദ്യം ഞാൻ ശാരദയെ തൂക്കി അകത്തിടും. പിന്നാലെ പണികൾ ഓരോന്നായി ഇങ്ങനെ വരും. വരണം, വന്നിരിക്കണം. ഞാൻ വരുത്തോടോ, താ നോയിക്കോ. മോളെ വാതിലോർക്ക്. ഞാനാ. ശാരദാമ്മേ. മോളെ. ആ മുറേ, ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. എവിടേക്ക്? നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ ആവുമ്പോ അത്ര ഇടത്തേക്ക് അവരാരും അന്വേഷിച്ച് വരില്ല. 1-2 ദിവസം കഴിയുമ്പോഴേ നമുക്ക് മറ്റെവിടെയെങ്കിലും മാറാം. അതായിരിക്കും മോളെ നല്ലത്. ഇല്ലെങ്കിൽ ഇപ്പൊ വന്ന പോലെ ഓരോരുത്തരിങ്ങനെ തിരക്കി പിടിച്ച് വന്നോണ്ടേയിരിക്കും. നസീർക്ക് പോയോ? അവൻ പോയി. മോളിനി അതോർത്ത് പേടിക്കണ്ട. പക്ഷെ മോൾ ഇവിടെ ഉണ്ടെന്ന് ഇപ്പൊ അവരറിഞ്ഞു കാണും. അതുകൊണ്ട് അവിടുന്ന് മാറണോന്ന് പറഞ്ഞത്. സംസാരിച്ച സമയമില്ല, വാ പോവാം. ശാരദ, ഞങ്ങൾ പോയിട്ട് ചെല് ചെല്. മോനെ, സൂക്ഷിച്ചു പോണേ. അവിടെ ചെന്നുടനെ വിളിക്കണം. മുറേ വാ. ചെല്. ദേവി, അവരെ കാത്തോളണേ.